സമയത്തും നിങ്ങൾ ഏത് പ്രവർത്തനം ചെയ്യുന്ന സമയത്തും സ്വലാത്ത് ചൊല്ലുന്നതിന് തെറ്റില്ല. അതേ ബാത്റൂമിൽ പറ്റൂല. അത്തരം നീചമായ സ്ഥലങ്ങളല്ലാത്ത ഏത് സ്ഥലത്തും നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിലും, ഏത് യാത്രയിലും ഏത് അടക്കത്തിലും ഏത് ഒതുക്കത്തിലും നിങ്ങൾക്ക് ചൊല്ലാം ദിക്റുകൾ. അത് നിങ്ങളെ നാവിനെ പതിവാക്കിക്കോ. ആ നാവ് നിങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതാ. അത്തരം കാരണങ്ങളൊന്നും പറഞ്ഞ് അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ കഴിയൂല. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അബുല്ലൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. 4 കാര്യങ്ങൾക്ക് കാരണം പറഞ്ഞാൽ അല്ലാഹു ഖിയാമത്ത് നാളിൽ സ്വീകരിക്കൂല. യൗമൽ ഖിയാമത്തി, അതേ ഖിയാമത്ത് നാൾ വരുമ്പോ അതേ മനുഷ്യനെ കൊണ്ടുവരും, ഒരു കൂട്ടം ആളുകളെ കൊണ്ടുവരും. അവര് ചില കാരണങ്ങൾ പറയും, പക്ഷേ അവരെ ഉദറുകൾ സ്വീകരിക്കപ്പെടൂല. അവർ കാരണങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തും, പക്ഷേ അല്ലാഹു കാരണം സ്വീകരിക്കൂല. അത്തരം 4 ആളുകളെ കുറിച്ച് ഇമാം അതേ ബഹുമാനപ്പെട്ട അബുല്ലൈസ് റളിയല്ലാഹു അൻഹു പറയാണ്. ആരാണ് 4 കാരണക്കാർ? ഒന്നാമത്തത് ബഹുമാനപ്പെട്ടവർ പറയാണ്, അവ്വലുഹും അൽ ഗനിയ്യു, ഒന്നാമത്തത് പണക്കാരനാണ്. പണക്കാരന് പറയാനുള്ളത് എന്താണ്? റബ്ബേ, ഞാൻ എന്റെ ബിസിനസ് നടത്തുന്ന തിരക്കിനിടയിൽ, എന്റെ ജോലി തിരക്കിനിടയിൽ, ഞാൻ എന്റെ ജോലി ചെയ്യുന്നതിന്റെ തിരക്കിനിടയിൽ, ഞാൻ ചെയ്യുന്ന ബിസിനസിന്റെ തിരക്കിനിടയിൽ, ഞാൻ പുതിയ ഷോപ്പ് തുടങ്ങേണ്ട തിരക്കിനിടയിൽ എനിക്ക് ഇബാദത്ത് എടുക്കാൻ സമയം കിട്ടിയില്ല അല്ലാഹ്. എനിക്ക് സമയം കിട്ടാതെ പോയി അല്ലാഹ്. നീ എനിക്ക് ഞാൻ നിന്നോട് ഉദർ ബോധിപ്പിക്കുകയാണ്. ഞാൻ നിന്നെ ആരാധിച്ചിട്ടില്ല, എനിക്ക് ധാരാളം നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ധാരാളം ദിക്ർ ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ല, ധാരാളം നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്റെ മുതലാണ് അല്ലാഹ്, എന്റെ പണമാണ് അല്ലാഹ്, എന്റെ ജോലിയാണ് അല്ലാഹ്. ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അറിയോ മോനെ നിനക്ക് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ നിനക്കറിയോ മോനെ? ഇന്ന സുലൈമാന മലികുൻ മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, അതേ മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള ഭൂമി ലോകം മുഴുവനും ഭരിച്ച ആളല്ലേ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭരണാധികാരിയായിട്ടുണ്ട്, വലിയ നേതൃത്വം കൊടുത്തിട്ടുണ്ട്, അല്ലാഹ് പണം കൊടുത്തിട്ടുണ്ട്, അധികാരം കൊടുത്തിട്ടുണ്ട്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹ്ക്ക് തഖ്വ ചെയ്ത് ജീവിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹുവിനെ വഴിപ്പെട്ട് ആഖിറം സമ്പാദിച്ചിട്ടുണ്ടല്ലോ. നിനക്ക് പണം കിട്ടിയപ്പോ, പിന്നെ പണം കിട്ടിയിട്ട് ചോറ് വന്നപ്പോ നിനക്ക് അല്ലാഹുവിനെ മറന്നുപോയി. ചെറ്റക്കുടലിൽ ജീവിക്കുന്ന സമയത്ത് നിന്റെ ഉമ്മ മഗ്രിബിന്റെ ശേഷം ഖുർആൻ ഓതിയിരുന്നു, നിന്റെ ബാപ്പ അതേ ഖുർആൻ ഓതിയിരുന്നു, നിന്റെ ഭാര്യ ഖുർആൻ ഓതിയിരുന്നു. മഗ്രിബിന്റെ ശേഷം മക്കളെ ഇരുത്തിയിട്ട് ഖുർആൻ ഓതിച്ചിരുന്നു. ഓടുവേഞ്ഞ വീടായപ്പോ ഖുർആൻ ഓത്ത് നടന്നിരുന്നു. പാർപ്പിന്റെ വീടെത്തിയപ്പോ, നല്ല പെയിന്റ് അടിച്ച വീടെത്തിയപ്പോ, നല്ല മാർബോണേറ്റ് പതിച്ച വീടെത്തിയപ്പോ, നല്ല വിശാലമായ സൗകര്യമുള്ള വീട് കിട്ടിയപ്പോ പിന്നെ ഖുർആൻ നീ മറന്നുപോയി, മഹാന്മാരെ മറന്നുപോയി, മങ്കൂസ് മൗലിദ് മറന്നുപോയി, ബുർദ നീ മറന്നുപോയി, നഫീസത്ത് മാല മറന്നുപോയി. അത്തരം നന്മകൾ ജീവിതത്തിൽ നീ പതിവാക്കിയിരുന്നു. നല്ല വീട് കിട്ടിയപ്പോ പിന്നെ ടിവിയുടെ മുന്നിലാണ്, നല്ല സൗകര്യങ്ങൾ കിട്ടിയപ്പോ പിന്നെ നീ ടിവിയുടെ മുന്നിലാണ്, ഹറാമിന്റെ മുന്നിലാണ്. നിനക്ക് നന്മകൾ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാ നീ നോക്കിക്കോ, നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ പണം നിനക്ക് കിട്ടിയിട്ടുണ്ടോ? സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഭരണം നിനക്ക് കിട്ടിയിട്ടുണ്ടോ? അമേരിക്കക്കാരൻ ശ്രമിക്കുന്നില്ല ഇവിടെ ലോകം മുഴുവൻ അടക്കി ഭരിക്കാൻ? അവർക്ക് കഴിഞ്ഞോ? ഭരിക്കാൻ കഴിയൂല. അത് സുലൈമാൻ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചതാണ്.
എന്താ പ്രാർത്ഥന? അല്ലാഹുവോട് ദുആ ചെയ്തതാണ്. റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൽ. ഒരു ജോർജ് ബുഷിനും കൊടുക്കാത്തവരും, ഒരു ഒബാമക്കും കൊടുക്കാത്തവരും, ഒരു നരേന്ദ്രമോദിക്കും കൊടുക്കാത്തവരും, ഒരു ഭരണാധികാരിക്കും കൊടുക്കാത്തവരും, അവരെ ഒരാൾക്കും കൊടുക്കാത്തവരും നീ എനിക്ക് തരണേ അല്ലാഹ്. അത് ഒരു ഭരണാധികാരിക്കും കിട്ടിയിട്ടില്ല, അതൊരു ഉമ്മൻചാണ്ടിക്കും കിട്ടിയിട്ടില്ല, ഒരു പിണറായിക്കും കിട്ടിയിട്ടില്ല, ഒരു ഭരണാധികാരിക്കും കിട്ടിയിട്ടില്ല, ഒരാൾക്കും അല്ലാഹ് കൊടുത്തിട്ടില്ല. അത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹ് കൊടുത്തുപോയി. ലോകം മുഴുവൻ അടക്കി ഭരിക്കാനുള്ള അധികാരം കൊടുത്തുപോയി. അതിൽ മലക്കുകൾ വിട്ടുപോയി, പക്ഷികൾ വിട്ടുപോയി, ജന്തുക്കൾ വിട്ടുപോയി. എല്ലാവരെയും ഭരിക്കാനുള്ള കഴിവ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹ് കൊടുത്തു. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹ്ക്കെതിരെ ചെയ്തിട്ടില്ല, അല്ലാഹ് പൊറുക്കാത്തത് ചെയ്തിട്ടില്ല, അവൻ തൃപ്തിപ്പെടാത്തത് ചെയ്തിട്ടില്ല, അവൻ ഇഷ്ടപ്പെടാത്തത് ചെയ്തിട്ടില്ല. നിനക്ക് ചെറിയ ഭരണം കിട്ടിയപ്പോ, നീ MLA ആയപ്പോ, നീ MP ആയപ്പോ, നീ വാർഡ് മെമ്പർ ആയപ്പോ, നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോ, നീ മുഖ്യമന്ത്രിയായപ്പോ, നീ മന്ത്രിയായപ്പോ, നീ പ്രധാനമന്ത്രിയായപ്പോ, നീ അതുപോലെയുള്ള ഭരണം കിട്ടിയപ്പോ, പ്രസിഡന്റ് ആയപ്പോ, കോടതിയിലെ ഭരണം കിട്ടിയപ്പോ, കോടതിയിലെ ജഡ്ജിയായപ്പോ, വക്കീലായപ്പോ, നിന്റെ കയ്യിലാണ് മുഴുവനും നിന്ന് തെറ്റിദ്ധരിച്ചുപോയി. നിന്റെ തെറ്റിദ്ധാരണയാണ് നിന്നെ തോൽപ്പിച്ചത്. പോലെ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ തോൽപ്പിച്ചിട്ടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചു. സർവാധികാരവും കിട്ടിയിട്ടും അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചു. നിനക്ക് ചെറിയ ഭരണം കിട്ടിയപ്പോ നിന്റെ മനസ്സിൽ അഹങ്കാരം വന്നുപോയി. നിനക്ക് ചെറിയ കാറ് കിട്ടിയപ്പോ വലിപ്പണ്ട് കാണാൻ ഇന്നോവയാണ്, അല്ലെങ്കിൽ ബെൻസാണ്, ഓടിയാണ്. നീ പറഞ്ഞ തൊള്ളയിൽ കൊള്ളാത്ത പേരുള്ള കാറാണ്, കോടിക്കണക്കിന് വില രൂപയുള്ള കാറാണ്. ആ കാറിൽ കയറിയിരുന്നപ്പോ നിനക്ക് നിന്റെ ഉമ്മാന്റെ അനുജത്തിന്റെ മക്കളോട് വെറുപ്പായി. കാരണം അവര് പാവപ്പെട്ടവരാണ്. പാപ്പന്റെ ചേട്ടന്റെ മക്കളെ മുഖത്ത് നോക്കുമ്പോ നിന്റെ മനസ്സിൽ ഇങ്ങനെ അഹങ്കാരം തോന്നുകയാണ്. അവരൊക്കെ ഇങ്ങനെ ബൈക്കിന്റെ മേലെയായി ഇപ്പോഴും ഞാൻ കാറിലാണെന്ന ധാരണയാണ്. ഓ മുസ്ലിമേ, നീ എവിടേക്കാണ് പോകുന്നത്? നിന്റെ യാത്ര എങ്ങോട്ടാ? നീ മറന്നുപോയോ നിന്റെ യഥാർത്ഥ യാത്രയെ കുറിച്ച്? ഇതൊന്നും യാഥാർത്ഥ്യമല്ലെന്നതിനെ കുറിച്ച് നീ മറന്നതാണോ? ആലോചിച്ചു നോക്ക് മനുഷ്യ. ഇവിടെ നരേന്ദ്രമോദിക്ക് ഭരണമുണ്ടോ? ഏതെങ്കിലും പ്രസിഡന്റുമാർക്ക് ഭരണമുണ്ടോ? ഏതെങ്കിലും പ്രധാനമന്ത്രിമാർക്ക് ഭരണമുണ്ടോ? നീ കുഴപ്പമുണ്ടാക്കാൻ നിൽക്കരുത്. ഒന്നും പറഞ്ഞുകൂടാത്ത കാലമാണ്. യഥാർത്ഥത്തിലുള്ള ഭരണമുണ്ടോ? ഒരാൾക്കും യഥാർത്ഥത്തിലുള്ള ഭരണമില്ല. നമ്മൾ പറയുന്ന ഇന്ത്യന്റെ പ്രധാനമന്ത്രിക്ക് ഭരണം കിട്ടിയിട്ടുണ്ട്. ചോദിക്കട്ടെ, അയാൾക്ക് പല്ലുവേദന വന്നാ ഞാൻ ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ പല്ലുവേദന മാറുമോ മുസ്ലിമേ? സ്വന്തം ഒരു ചെറിയ പല്ലിൽ പോലും ഭരണമില്ലാത്ത മനുഷ്യൻ ഇവനാണ് വലിയ അഹങ്കാരിയായി നടക്കുന്നത്. അതെ, വലിയ പണക്കാരനായിട്ട് വീട്ടിൽ കുറച്ച് ബാങ്കിൽ കുറച്ച് പൈസ വന്നപ്പോ ഞാൻ വലിയ പണക്കാരനാണ്, എന്റെ ഉമ്മാന്റെ അനുജത്തിന്റെ മക്കളെ കയ്യിൽ പൈസയില്ല, ഉമ്മാന്റെ ചേട്ടത്തിന്റെ മക്കളെ കയ്യിൽ പൈസയില്ല, ബാപ്പന്റെ ചേട്ടന്റെ മക്കളെ കയ്യിൽ പൈസയില്ല, അവന്റെ കയ്യിൽ കാറില്ല, അവനിക്ക് ഷോപ്പില്ല, അവനിക്ക് ബിസിനസ് ഇല്ല, ഞാൻ വലിയ ആളാണെന്ന ധാരണ വന്നുപോയോ? ചെറിയൊരു തലവേദന വന്നോ, ആ തലവേദന നിന്റെ പണം കൊണ്ട് നീ ഒന്ന് മാറ്റി തരുമോ മനുഷ്യ? തലവേദന അകറ്റി തരുമോ മനുഷ്യ? നിനക്ക് കഴിയൂല. തലവേദന മാറ്റാൻ നിനക്ക് കഴിയൂല, പല്ലുവേദന മാറ്റാൻ നിനക്ക് കഴിയൂല. വലിയ ഭരണമുണ്ടല്ലേ, എല്ലാം എന്റെ കയ്യിലാണെന്നുള്ള ധാരണയാ. ചെറിയ പഞ്ചായത്ത് കയ്യിലായപ്പോ, പ്രസിഡന്റ് ആയപ്പോ തോന്നുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോ ഞാനാ മുഴുവനും എന്നുള്ള തോന്നലാണ്. MLA ആയപ്പോ പിന്നെ ഞാൻ തന്നെ ആയല്ല. ഇനി ഇവിടെ ഒരൊറ്റ സുന്നികളും വേണ്ടാന്ന് തോന്നുകയാണ്, ഇനി ഇവിടെ ഒറ്റ നല്ല മനുഷ്യന്മാരും വേണ്ടാന്ന് തോന്നുകയാണ്. ഓ മനുഷ്യ, നിനക്കറിയോ നിന്റെ കയ്യിൽ നിനക്ക് ഭരണമില്ല. നിന്റെ കയ്യിലാണെന്നല്ലേ നിനക്ക് തോന്നിയത്, നിന്റെ കയ്യിൽ തന്നെ നിനക്ക് ഭരണമില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിന്റെ കൈക്ക് ചെറിയ പഴുപ്പ് വന്നപ്പോ ഡോക്ടർമാരടുക്കൽ ചികിത്സക്ക് പോയി. ഡോക്ടറുടെ വിധിയാണ് കൈ തണ്ടൻ കൈയുടെ അവിടെ വെച്ച് മുറിച്ചോളണം, കാരണം പഴുപ്പ് കയറിപ്പോയി. നിങ്ങൾക്ക് ഷുഗറാണ്, നീ ഭരണാധികാരിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഷുഗർ കുറച്ച് കുറക്കടാന്ന് നീ അങ്ങ് പ്രഖ്യാപിച്ചത് കൊണ്ട് കുറയൂല. പഞ്ചായത്തിന്റെ ഓഫീസിന്റെ ബിൽഡിങ്ങിന്റെ നിറ
നിറം മാറ്റാൻ നിന്നെ കൊണ്ട് കഴിയും. പഞ്ചായത്തിന്റെ വില്ലേജിന്റെ ഓഫീസിന്റെ നിറം മാറ്റാൻ കഴിയും. പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് കഴിയും. നിന്റെ ബോഡി ഒന്ന് മാറ്റാൻ നിന്നെ കൊണ്ട് കഴിയൂല. നിന്റെ തുളിഞ്ഞു പോയ ബോഡി ഒന്ന് നിവർത്താൻ നിന്നെ കൊണ്ട് സാധിക്കൂല. നിന്റെ കാഴ്ച കുറഞ്ഞു പോയ കണ്ണില്ലേ, ആ കണ്ണിന് കണ്ണട വെക്കണമെന്ന് ഡോക്ടർമാര് വരികയുമ്പോ വേണ്ടടാ, എനിക്ക് നിന്റെ കണ്ണട, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഞാൻ MLA ആണെന്ന് ഹുങ്ക് പറഞ്ഞതുകൊണ്ട് കണ്ണിന് കാഴ്ച കിട്ടൂല. നിന്റെ കയ്യിൽ വരണമില്ല. നീ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും, നിനക്ക് എന്തും ചിലപ്പോൾ നാട്ടിൽ ചെയ്യാൻ കഴിയുമെന്ന് ചിലപ്പോൾ നിനക്കൊരു തോന്നലുണ്ടാകും. MLA ആകുമ്പോ സുന്നത്യമായത്തിന്റെ പ്രവർത്തകന്മാരൊക്കെ അങ്ങ് കൊന്നുകളയാ, ഞാനങ്ങ് ഭരിച്ചു കളയുമെന്ന് തോന്നുന്നുണ്ടാകും. ഓ മനുഷ്യ, നീ അറിയോ, നിന്റെ കയ്യിൽ വരണമില്ല. ഷുഗറിന്റെ രോഗം കൊണ്ട് ഡോക്ടർമാരെ പറയുന്നത് തണ്ടൻ കൈ മുറിച്ചു കളയണം. ഇയാള് പറയാണ് ഞാൻ MLA ആടാ, മുറിക്കണ്ട, ഞാൻ അതിന് ഒപ്പിട്ട് തരൂല. മക്കള് ഡോക്ടറോട് പറയുന്ന അങ്ങനെ മുറിക്കണമെങ്കിലും മുറിച്ചോ, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അതേ ബാപ്പന്റെ MLA കൈമുറിക്കാൻ മക്കൾ ഒപ്പിട്ട് കൊടുത്തപ്പോൾ അതേ MLA ആയ ബാപ്പ അറിയൂല. ICയിൽ കിടക്കുന്ന ബാപ്പക്ക് ചെറിയ വേദനക്കുള്ള ഇഞ്ചക്ഷൻ ആണെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ അങ്ങ് കൊടുത്തു. പിന്നെ MLAക്ക് ബോധമില്ല. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ അല്ല ഞാൻ പ്രധാനമന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ എന്താണെന്ന് മൂപ്പർക്ക് അറിയൂല. കാരണം മൂപ്പർ ICയില. ഒരു ചെറിയ വെള്ളം ശരീരത്തിലേക്ക് കടന്നു ചെന്നപ്പോ, ചെറിയൊരു മരുന്ന് ശരീരത്തിലേക്ക് കടന്നു ചെന്നപ്പോ പിന്നെ അയാൾക്ക് ബോധം തന്നെ ഇല്ല. ഞാൻ എന്റെ കഴിവ് കൊണ്ട് നേടിയെടുക്കും, ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് നേടിയെടുക്കും, ഞാൻ എന്റെ ഹിക്മത്ത് കൊണ്ട് നേടിയെടുക്കും, പോലീസുകാരെ കയ്യിലാക്കിയിട്ട് ഞാൻ അങ്ങ് ചെയ്യും എന്നൊക്കെ തോന്നുന്നവരില്ലേ? ഞാൻ ജഡ്ജിയെ കയ്യിലാക്കും, കോടതിയെ കയ്യിലാക്കും എന്നൊക്കെ തോന്നുന്നവരില്ലേ? ഓ മനുഷ്യ, ഒരു ഗുളികക്ക് തികയുമോ നിന്റെ ബുദ്ധി? ആ ഗുളിക കുടിക്കുമ്പോ പിന്നെ നിനക്ക് ബോധമില്ല. ബോധം തെളിഞ്ഞു നോക്കുമ്പോ കൈ മുറിക്കണ്ടെന്ന് വാശി പിടിച്ച MLAയുടെ കൈ കാണുന്നില്ല. അത് ഡോക്ടർമാര് അത് പഴുപ്പ് കയറൂന്ന് പറഞ്ഞു മുറിച്ചതാണ്. മക്കള് കൊണ്ടുപോയി മറവ് ചെയ്തതാണ്. സംഭവങ്ങൾ കേൾക്കാനില്ലേ, അനുഭവങ്ങൾ കേൾക്കാനില്ലേ? ഒരു MLAക്കും ഇവിടെ അധികാരമില്ല, ഒരു പ്രധാനമന്ത്രിക്കും അധികാരമില്ല, ഒരു പ്രസിഡന്റിനും അധികാരമില്ല, ഒരു നേതാവിനും അധികാരമില്ല, ഒരു നേതൃത്വം കൊടുക്കുന്നവനും അധികാരമില്ല. വലില്ലാഹിൽ മുൽക്കു, അതേ അല്ലാഹ്ക്ക് മാത്രമാണ് അധികാരം. അതാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന് അധികാരം കൊടുത്തു. അധികാരം കൊടുത്തിട്ടോ സുലൈമാൻ നബി അലൈഹി സ്വലാം അല്ലാഹുവിനെ മറന്നില്ല, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചു. ആ സുലൈമാൻ നബി അലൈഹി സ്വലാം ഉപയോഗിച്ച വാഹനോ കാണാൻ ചിലപ്പോ കാണൂല. നിന്റെ കാറ് അത് അല്പം ഭംഗി കൂടുതലാന്ന് നിനക്ക് തോന്നുന്നില്ലേ? നിന്റെ കാറ് മോശമില്ല, തരക്കേടില്ലാന്ന് നിനക്ക് തോന്നുന്നില്ലേ? ഇപ്പതാ മൊബൈൽ ഫോൺ ഇങ്ങനെ ഇറങ്ങുമ്പോ എത്ര ചെറുതായി വരുന്നുണ്ടോ അതിനനുസരിച്ച് ബഹുമാനമാണല്ലേ? സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാറിന്റെ രൂപറിയോ? സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാറിന്റെ കോലമറിയോ? സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാർ കാണാൻ മനുഷ്യന് സാധിക്കൂല. സുലൈമാൻ നബി അലൈഹി സ്വലാം യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോ കാറ്റിങ്ങനെ എടുത്തുകൊണ്ടുപോവാണ്. എത്ര സ്പീഡിലാ പോകുന്നത്? നിന്റെ ഇന്നോവക്ക് കഴിയൂല, നീ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിന് കഴിയൂല, നീ യാത്ര ചെയ്യുന്ന അതേ ട്രെയിനിന് കഴിയൂല. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മനസ്സിൽ അഹങ്കാരം തോന്നിയില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മനസ്സിൽ കിബർ തോന്നിയില്ല. അതേ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മനസ്സിൽ പേടിയാണ്. റബ്ബേ, എനിക്ക് ഇതൊക്കെ തന്നിട്ട് നിന്നെ ആഖിറത്തിൽ നീ എന്നെ വല്ലാതെ വഷളാക്കി കളയുമോ എന്ന ഭയമാണ്. നീ അല്പം പണം കിട്ടിയപ്പോൾ, അല്പം അധികാരം കിട്ടിയപ്പോൾ, അല്പം ദുനിയാവ് കിട്ടിയപ്പോൾ അല്ലാഹനെ മറന്നുപോയല്ലേ? ചോദ്യം ചെയ്യാണ്. അല്പം പൈസ കിട്ടിയപ്പോ സ്വന്തം ബാപ്പന്റെ ചേട്ടന്റെ മുഖത്ത് നോക്കിയിട്ട് കരത്ത് സംസാരിക്കുന്നതിന് മടിയില്ല. ഉമ്മന്റെ ചേട്ടത്തിയോട് മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുന്നതിന് മടിയില്ല. ഉമ്മന്റെ ചേട്ടത്തിയോട് ചൂടാകുന്നതിന് മടിയില്ല. നിന്റെ പണം കൊണ്ട് നീ നേടിയെടുക്കുമെന്ന് ചിന്തിച്ചു അല്ലേ? ഓ മനുഷ്യ, നിനക്ക് തെറ്റുപറ്റിപ്പോയി, നിനക്ക് തെറ്റുപറ്റിപ്പോയി. അല്ലാഹു സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ നിർത്തിയിട്ട് ചോദിക്കുകയാണ് പണക്കാരനോട്, നിന്നെക്കാൾ കൂടുതൽ പണം ഞാൻ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാമിന് കൊടുത്തിട്ടുണ്ടല്ലോ മോനെ. ആ സുലൈമാൻ നബി അലൈഹി സ്വലാം എന്നോട് എതിര് ചെയ്തിട്ടില്ല, എനിക്കെതിര് പ്രവർത്തിച്ചിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല, നന്മകൾ കൈയൊഴിച്ചിട്ടില്ല.
നബി അലൈഹിസ്സലാമിന്റെ ജീവിതം നോക്കിയിട്ട് നിന്നോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ പണം കൊണ്ട് നിനക്ക് ഇബാദത്ത് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന കാരണം ഞാൻ സ്വീകരിക്കണോ മോനെ? ആ ഉദറവിടെ സ്വീകരിക്കൂല. അള്ളാഹുവോട് പറയാണ്, റബ്ബേ എന്റെ ബിസിനസിന്റെ തിരക്കിനിടയിൽ എനിക്ക് ദിക്ർ ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ല മോനെ, നീ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഓഫീസിൽ വെറുതെ ഇങ്ങനെ ഇരുന്നില്ലായിരുന്നോ? ആ സമയത്ത് ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന ദിക്ർ ചൊല്ലിയിരുന്നെങ്കിൽ അത് നിനക്ക് വലിയ സമ്പത്താകുമായിരുന്നു. പക്ഷെ നീ ചൊല്ലിയില്ലല്ലോ, നിനക്കതൊരു വലിയ മുതൽക്കൂട്ടാകുമായിരുന്നു. നീ അത് ചെയ്തില്ലല്ലോ. നിനക്കങ്ങനെ ഒരുപാട് അവസരങ്ങൾ തന്നില്ലേ, നീ അതൊന്നും ഉപയോഗപ്പെടുത്തിയില്ലല്ലോ. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിനേക്കാൾ തിരക്കുണ്ടോ നിനക്ക്? നീ ചെറിയൊരു ഓഫീസാ നിയന്ത്രിച്ചത്, ആ ഓഫീസ് നിയന്ത്രിച്ചിട്ട് നീ വലിയ തിരക്കനുഭവിക്കുകയാണല്ലേ. സുലൈമാൻ നബി അലൈഹിസ്സലാം നിയന്ത്രിച്ചത് ലോകം മുഴുവനും നിയന്ത്രിച്ച ഭരണാധികാരിയാണ്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം തിരക്ക് കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. അള്ളാഹുവോട് ഉദർ പറയൂല, അള്ളാഹുവോട് കാരണം പറയൂല, അല്ലാഹുവിനോട് കാരണം പറയൂല. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം കാരണം അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചു, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചു, വലിയ ഭരണം നടത്തി, ലോകത്തൊരാളും നടത്താത്ത ഭരണം നടത്തി നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. പക്ഷേ അല്ലാഹുവിനെ മറന്നില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളും കൊണ്ടുവരേണ്ടത്. അതിനാണ് ബഹുമാനപ്പെട്ട അതേ ഇമാം ലൈസ് റളിയല്ലാഹു അൻഹു നമ്മൾ ഉപദേശിക്കുന്നത്. ഒന്നാമത്തെ ഉപദേശമാണ്, ഒന്നാമത്തെ കാര്യമാണ്. അല്ലാഹ് കാരണം ബോധിപ്പിക്കുമ്പോൾ കാരണം ബോധിപ്പിക്കാത്ത നാലാളുകളെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ കാരണക്കാരൻ പണക്കാരനാണ്. എന്റെ പണം കൊണ്ട് എനിക്ക് ഇബാദത്ത് എടുക്കാൻ കഴിയൂല എന്ന് പറഞ്ഞവൻ അവന്റെ മുന്നിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ഹാജരാക്കിയിട്ട് ഈ സുലൈമാൻ നബിയേക്കാൾ നിനക്ക് തിരക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോ മറുപടി പറയാൻ കഴിയൂല. അതുകൊണ്ട് മുസ്ലിമേ, എന്റെ പണം കൊണ്ട് എനിക്ക് കഴിഞ്ഞൂല എന്ന് പറയണ്ട. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഉമ്മമാരെ, 4 പ്ലേറ്റ് കഴുകാനുള്ളത് കൊണ്ട്, അതേ 4 ജോഡി കുപ്പായം അലക്കാനുള്ളത് കൊണ്ട്, നിന്റെ ചെറിയ വീട് തുടക്കാനുള്ളത് കൊണ്ട് നിസ്കാരം കളാക്കിയാൽ, നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ, നിസ്കാരത്തിന് വില കൊടുക്കാതിരുന്നാൽ പെങ്ങളെ നിങ്ങളതിന് ഉത്തരവാദിയാണ്. നിസ്കാരം കളാക്കാൻ കാരണമല്ല നിന്റെ വീട്ടിലെ ജോലി. ജോലി തിരക്കുകൊണ്ട് നിസ്കാരം കളായി പോകുന്ന ചില ആളുകളുണ്ട്. വീട്ടിലെ ജോലി, ചെറിയ ജോലി തിരക്കിനിടയിൽ ഒരു 4 പ്ലേറ്റ് കഴുകുമ്പോൾ ശ്വാസാക്കിയിട്ട് നേരം പോക്കിയിട്ട് നിസ്കാരം കളാക്കി കളയുന്നവര്. പ്ലേറ്റ് കഴുകുമ്പോ ശരീരത്തിൽ തെറിച്ചോ എന്ന് പേടിച്ചതിന്റെ പേരിൽ അതേ നിസ്കാരത്തിന് 10 മിനിറ്റേ ബാക്കിയുള്ളൂ. അല്ലെങ്കിൽ അലക്കുമ്പോ ശരീരത്തിൽ തെറിച്ചോ എന്ന് പേടിച്ചിട്ട് ആ വസ്ത്രം തൽക്കാലം കഴിച്ചു വെച്ച് നിസ്കരിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് പകരം കൊടുത്താലും കുഴപ്പമില്ല, കുളിച്ചിട്ട് നിസ്കരിക്കാൻ നീന്തിക്കുന്ന ചില സ്ത്രീകളുണ്ട്. അത്തരം ആളുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിസ്കാരം നമ്മൾക്ക് ഒരിക്കലും കളാക്കാൻ ഒരു വകുപ്പില്ല, നിസ്കാരം നഷ്ടപ്പെടുത്താൻ ഒരു വകുപ്പില്ല. നിസ്കാരം കൃത്യമായ ജീവിതത്തിൽ കൊണ്ടുവരണം. ഒരു നേരം 10 മിനിറ്റ് നിസ്കാരത്തിന് ബാക്കിയുണ്ട്. അലക്കുന്ന സമയത്തിട്ട വസ്ത്രമാണ്, പ്ലേറ്റ് ചെയ്യുന്ന സമയത്തിട്ട വസ്ത്രമാണ്, കഴിച്ചു വെച്ച് വേറെ നിസ്കാരക്കുപ്പായും വേറെ വസ്ത്രവും ധരിച്ചത് നിസ്കരിച്ചോ? നിസ്കാരം കാണാക്കാൻ പറ്റൂല. അല്ല, പ്ലേറ്റ് കഴുകുമ്പോ തെറിച്ചിട്ടുണ്ടെങ്കിലോ കുപ്പായത്തിൽ പ്ലേറ്റ് കഴുകുമ്പോ തെറിച്ചിട്ടുണ്ടെങ്കിൽ നെസലല്ലോ, അതിന്റെ പേരിൽ നിസ്കാരം കളാക്കാൻ പറ്റൂല. അങ്ങനെ തെറിച്ചു എന്ന് തെറിച്ചു എന്ന് ധാരണ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ നിസ്കാരം കളാക്കാൻ പറ്റൂല. പ്ലേറ്റ് നിസ്കരിച്ചിട്ട് കേൾക്കാന്ന് വെക്കണം. അല്ലാതെ പ്ലേറ്റ് കേൾക്കാനുള്ളതിന്റെ പേരിൽ നിസ്കാരം കളാക്കല ഒരിക്കലും പറ്റൂല. തിരക്ക് കൊണ്ട് എനിക്ക് ഇബാദത്ത് എടുക്കാൻ കഴിയൂല എന്ന് പറയാൻ പാടില്ല. തിരക്ക് കൊണ്ട് എനിക്ക് ദിക്ർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ പാടില്ല. ഈ ഓഫീസ് ഡ്യൂട്ടിയുള്ള അയാളാണ്. രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോ വണ്ടിയിലിരുന്ന് ചൊല്ലിക്കോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം ഫസബ്ബിഹു ബുക്റതൻ വഅശിയ്യാ. നിങ്ങൾ രാവിലെയും വൈകുന്നേരമൊക്കെ തസ്ബീഹിനെ പതിവാക്കണമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതല്ലേ. അതുകൊണ്ട് തന്നെ രാവിലെ നീ തസ്ബീഹ് ചൊല്ലിക്കോ. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും തസ്ബീഹ് ചൊല്ലിക്കോ. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ വസഖീലത്താനി ഫിൽ മീസാൻ വഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. പരമാവധി ജീവിതത്തിൽ അധികരിപ്പിച്ചു. ഇമാം എന്ന് പറയാണ്, രണ്ടാമത്തെ കാരണം ബോധിപ്പിക്കുന്നവനാരാണ്? പണക്കാരെ
പറഞ്ഞപ്പോ പാവപ്പെട്ട പൈസ ഇല്ലാത്തവർക്കൊക്കെ നല്ല സമാധാനമായി. അവരൊക്കെ അങ്ങനെ കുടുങ്ങല്ലോ എന്ന് ധാരണ വേണ്ട. രണ്ടാമത്തത് ഫക്കീറാണ്, പൈസ ഇല്ലാതെ പ്രയാസം അനുഭവിക്കുന്നവനാണ്. അവൻ അള്ളാഹുവോട് വന്നിട്ട് പറയുന്നത് എന്താണ്? എനിക്ക് പൈസ ഇല്ലല്ലോ, എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, കുടുംബത്തിന് ചെലവ് കൊടുക്കണ്ടേ, ആവശ്യമുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണ്ടേ, അതിനൊക്കെ പൈസ വേണല്ലോ അല്ലാ. ഞാൻ ദാരിദ്ര്യം അനുഭവിച്ച് ബുദ്ധിമുട്ടിയവനാണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇബാദത്ത് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ തന്നെ റബ്ബിന്റെ ചോദ്യമാണ്, നിനക്ക് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ പരിചയമുണ്ടോ മോനെ? ആ പരിചയമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിനെക്കാൾ വലിയ ഫഖർ നിന്നെ പിടികൂടിയിട്ടുണ്ടോ? ഈസാ നബി അലൈഹിസ്സലാമിനെക്കാൾ പ്രയാസം ദുനിയാവിന്റെ വിഷയത്തിൽ നിനക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഈസാ നബി അലൈഹിസ്സലാമിന് പ്രയാസമുണ്ടായ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം ഈ ഭാഗത്തിൽ കുറവ് വരുത്തിയിട്ടില്ല, നന്മകൾ കൈയൊഴിച്ചിട്ടില്ല, തിന്മകൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാം നന്മകൾ ജീവിതത്തിൽ കൊയ്തെടുത്തു, നന്മക്ക് വേണ്ടി പ്രവർത്തിച്ചു, ആളുകളെ നന്മയിലേക്ക് വിളിച്ചു. അത് എത്ര പ്രയാസമുള്ള സമയത്തും ആളുകളെ ഇസ്ലാമിലേക്ക് വിളിക്കുന്നതിന്, ഭക്ഷണം കഴിക്കാതെ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന് മടി തോന്നിയില്ല. ആ ഈസാ നബി അലൈഹിസ്സലാം പ്രയാസപ്പെട്ട പ്രയാസം നീ പ്രയാസപ്പെട്ടിട്ടില്ല മോനെ. അതുകൊണ്ട് എന്റെ സാമ്പത്തിക പ്രയാസം കൊണ്ട് എനിക്ക് ഇബാദത്ത് എടുക്കാൻ കഴിയില്ല എന്ന കാരണവുമായി നീങ്ങും വരേണ്ടതില്ല. അപ്പൊ ഒരാള് വന്ന് പറയാണ്, അല്ല റബ്ബേ, ഞാൻ ഇബാദത്ത് എടുക്കാതിരുന്നത് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പൈസ ഉള്ളത് കൊണ്ടുമല്ല, എനിക്ക് രോഗമായിട്ടാണ് ഞാൻ ഇബാദത്ത് എടുക്കാതിരുന്നത്. അങ്ങനെയുണ്ടല്ലോ ചില ആളുകള്. ഇപ്പൊ പള്ളിയിൽ പോയാൽ എത്ര കസേര വേണമെങ്കിലും കിട്ടും, വേദന വെക്കാനുള്ള കസേര ഇട്ടും വേണമെങ്കിലും പള്ളിയിൽ. അതെങ്ങനെ? പള്ളിയിൽ എല്ലാവർക്കും കസേരയാണ്. മുട്ടുവേദന ഒരു ദിവസം മുട്ടുവേദന ഉണ്ടായിരുന്നു. ഇനി അത് വരുമോ എന്ന് പേടിച്ചിട്ട് ഇയാൾ നിസ്കരിക്കുമ്പോ കസേരയിൽ നിസ്കരിക്കുകയാണ്. അങ്ങനെ പേടിച്ചിട്ട് നിസ്കാരത്തിന് എല്ലാവരും കസേര ഉപയോഗിക്കുന്ന ഒരു കാലം വന്നുപോയി. പറ്റുമെങ്കിൽ നിന്നിട്ട് തന്നെ നിസ്കരിക്കണം. സുന്നത്ത് നിസ്കാരാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുന്നതിന് വിരോധമില്ല. ഫർദ് നിസ്കാരം അതേ കഴിയുമെങ്കിൽ നിൽക്കൽ അതിന്റെ ഫർദാണ്. പറ്റുമെങ്കിൽ നിന്നിട്ട് തന്നെ നിസ്കരിക്കണം. ഇപ്പൊ ചില കുട്ടികൾ മനസ്സിലാക്കി, കല്യാണ വീട്ടിലൊക്കെ പോയാൽ ഉപ്പാപ്പമാരൊക്കെ ഇങ്ങനെ കസേരന്റെ മേലെ ഇങ്ങനെ ചാരി ഇരിക്കുന്നത് കാണാം. അതുപോലെ ബഹുമാനിച്ചിട്ട് ഉപ്പാപ്പാർക്കൊക്കെ പള്ളിയിൽ ഇട്ട് കൊടുത്തതാണ്. അപ്പൊ ബഹുമാനമുള്ള ആളുകൾക്കൊക്കെ കസേര വേണം. അതുകൊണ്ട് പള്ളിയിൽ ഒരു കസേര എനിക്കും വേണമെന്ന് ചിന്തിക്കണ്ട. ചെറിയ രോഗം വരുമ്പോഴേക്ക് ഇരുന്ന് നിസ്കരിക്കാമെന്ന് ചിന്തിക്കണ്ട. നിസ്കാരത്തിന് എത്ര നന്മ നിനക്ക് കൂട്ടാൻ കഴിയോ, എത്ര ഖുശൂ അധികരിപ്പിക്കാൻ കഴിയോ, പരമാവധി ഖുശൂ അധികരിപ്പിക്കുക. പരമാവധി നിന്റെ ആരോഗ്യം ഉപയോഗിച്ച് സുന്നത്ത് നിസ്കാരം പകർത്തുക. ആഖിറം സമ്പാദിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എനിക്ക് രോഗമായിരുന്നു പഠിച്ചോനെ, അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയണ്ട. നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം, ആ അയ്യൂബ് നബി അലൈഹിസ്സലാം സഹിച്ച പ്രയാസം നീ പ്രയാസപ്പെട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് നീ നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? ആ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല. അപ്പോഴാ റബ്ബിന്റെ മറുപടി. അയ്യൂബ് നബി അലൈഹിസ്സലാം ആ പ്രയാസം മുഴുവനും ഉണ്ടായിട്ടും, അയ്യൂബ് നബി അലൈഹിസ്സലാം എല്ലാ ബുദ്ധിമുട്ടുണ്ടായിട്ടും, അയ്യൂബ് നബി അലൈഹിസ്സലാം എല്ലാ രോഗമുണ്ടായിട്ടും ഇബാദത്തിന്റെ വിഷയത്തിൽ പിറകോട്ടടിച്ചിട്ടില്ല. അല്ലാഹുവോടുള്ള ധിക്കാരം തോന്നിയിട്ടില്ല. രോഗം വന്നപ്പോ എനിക്ക് തന്നെ തരണോ ഈ രോഗം എന്ന ചിന്ത അയ്യൂബ് നബി അലൈഹിസ്സലാമിന് തോന്നിയിട്ടില്ല. റബ്ബേ, ഞങ്ങൾക്ക് ആർക്കും ഈ രോഗം തന്നെ പരീക്ഷിക്കരുത് റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ സന്തോഷത്തോടു കൂടെയുള്ളൊരു ജീവിതം നീ ഓശാരം തരണേ അല്ലാഹ്. നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം അതേ ഇബാദത്തിന് പിറകോട്ട് പോയോ? ഇല്ല.
നമുക്ക് ചെറിയ തലവേദന വരുമ്പോ എനിക്ക് തന്നെ തലവേദന വേണോ അയാൾക്ക് തലവേദന ഇല്ലാലോ എന്ന് ചിന്തിക്കണ്ട. എനിക്ക് തന്നെ തരണോ തലവേദന, അയാൾക്ക് തലവേദന ഇല്ലാലോ, അയാൾക്ക് കൊടുത്താ പോരെ എന്ന് ചിന്തിക്കണ്ട. അയാൾക്ക് തലവേദന ഉണ്ടായാലും കുഴപ്പമില്ല, എനിക്ക് തലവേദന ഉണ്ടാകരുത് എന്ന് ആലോചിക്കണ്ട. ആർക്കും തലവേദന വേണ്ട. അല്ലാഹു അത്തരം ഒരു രോഗവും നമുക്ക് തരാതിരിക്കട്ടെ. നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം രോഗം ബാധിച്ച സമയത്തും അല്ലാഹുവിന്റെ മുന്നിൽ എന്തൊരു താഴ്മയാണ്, എന്തൊരു വിനയമാണ്. റബ്ബി നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. രോഗബാധിതനായി വർഷങ്ങളോളം കടന്നു പോയിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മുന്നിൽ കംപ്ലൈന്റ് പറഞ്ഞില്ല. എനിക്ക് രോഗമുണ്ടെന്ന് പറഞ്ഞില്ല. എനിക്ക് എന്ത് രോഗമാ നീ തന്നത് പടച്ചോനെ, എനിക്ക് സഹിക്കൂലെന്ന് പറഞ്ഞില്ല. മറിച്ച് നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന എന്നെയും നിങ്ങളെയും ഖുർആൻ പഠിപ്പിക്കുന്നു. റബ്ബി നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. എനിക്ക് ചെറിയൊരു പ്രയാസം പിടികൂടിയിട്ടുണ്ട് അല്ലാഹ്, ചെറിയൊരു ബുദ്ധിമുട്ട് എന്നെ പിടികൂടിയിട്ടുണ്ട് അല്ലാഹ്. നീ എനിക്ക് കാവല് തരണേ അല്ലാഹ്, നീ അറിയുന്നവനാണ് അല്ലാഹ്. നീ അർഹമുർ റഹീമീനാ. എനിക്ക് രോഗമുണ്ട്, നീ മാറ്റിത്തരണമെന്ന് പറഞ്ഞില്ല. ഞാൻ വല്ലാതെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് ഇതൊന്നും എനിക്ക് മാറ്റിത്തരുമോ അല്ലാന്ന് പറഞ്ഞു, അങ്ങനെയും പറഞ്ഞില്ല. റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്, നീ അതറിയുന്നവനല്ലേ. അൻത അർഹമുർ റഹീമീൻ, നീ കാരുണ്യം ചെയ്യുന്ന അല്ലാഹല്ലേ. അയ്യൂബ് നബി അലൈഹി സ്വലാം അത്രേ പറഞ്ഞുള്ളൂ, രോഗം മാറ്റിത്തരണം എന്ന് പോലും പറഞ്ഞില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് നിനക്കുണ്ടായോ? ഇല്ല ഇല്ല. രോഗം കാരണം നീ ചെയ്തില്ല എന്ന് പറയണ്ട. വേദനയില്ലാത്ത സമയത്ത് രോഗമുള്ളവനാണെങ്കിലും വേദനയുള്ള രോഗമുള്ളവനാണെങ്കിലും സമയം കിട്ടുമ്പോൾ, ഒഴിവ് കിട്ടുമ്പോൾ, സന്തോഷം കിട്ടുമ്പോൾ അധികരിപ്പിക്കൂ അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കൂ, സുബ്ഹാനല്ലാഹ് അധികരിപ്പിക്കൂ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അധികരിപ്പിക്കൂ, ഞാൻ പറഞ്ഞ ദിക്റുകൾ അധികരിപ്പിക്കൂ. അത് നിങ്ങളെ ജീവിതത്തിലെ മീസാനില് തൂക്കം കിട്ടാൻ കാരണമാണ്. രോഗം കാരണം ഇബാദത്ത് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയല്ല മുസ്ലിമേ.